ഹായ് എവരിവൺ. ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ 11-നാണ്. അതായത് കാശിൻ്റെ ബർത്ത്ഡേ തലേന്നത്തെ വ്ളോഗാണ് കേട്ടോ. ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും പന്തൽ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞാൻ നേരെ കോങ്ങാട് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. കോങ്ങാടിൽ 5 വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് നേരെ ഡ്രസ്സ് എടുക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അത് ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള മസാലപ്പൂരി ഉണ്ടോ. ഈ ചേട്ടൻ്റെ മസാലപ്പൂരി പാനിപ്പൂരിയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂൾ ടൈം മുതലേ ഞങ്ങൾ അവിടെ നിന്നായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. മസാലപ്പൂരി കഴിച്ച് മതിയാത്തതുകൊണ്ട് ഞങ്ങൾ പാനിപ്പൂരി വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വരും ഞങ്ങളുടെ സ്കൂൾ ടൈം ആയിരിക്കും. ഞങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവുക. ചെറിയൊരു കേക്കൊക്കെ വാങ്ങിയിട്ടായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. എന്തിനാണ് ബർത്ത്ഡേ തലേന്ന് കേക്ക് കട്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നവംബറിലെ അച്ഛൻ്റെ അമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ആ സമയത്ത് വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നില്ല. ഇതെന്തിനാ ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ കാണുന്ന മുഖത്ത് കാണുന്ന അവരുടെ സന്തോഷം ഉണ്ടല്ലോ, ഇത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവർക്ക് ഡ്രസ്സ് വാങ്ങാനായിരുന്നു ഞാൻ കോങ്ങാട് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ബർത്ത്ഡേ തീം എന്നത് ബ്ലൂ കളർ ആയതുകൊണ്ട് അവർക്ക് ഡ്രസ്സും ബ്ലൂ കളറിൽ തന്നെയാണ് എടുത്തുകൊണ്ടായിരുന്നത്. വീട്ടിലൂടെ തിരിച്ചെത്തിയപ്പോഴേക്കും ഡെക്കറേഷനൊക്കെ ഈ രീതിയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നില്ല, ഇതാണ് എൻ്റെ വൺ ആൻഡ് ഓൺലി ബ്രദർ. ഇവൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ നാളെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. കൂടെ അഞ്ചും അവൻ്റെ അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡെക്കറേഷനും ഇൻ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേസ്. അവൻ്റെ ബലൂണും കാര്യങ്ങളൊക്കെ. ഇതാദ്യമായിട്ട് ബലൂൺ കാണുമ്പോൾ കാശിക്ക് ഉണ്ടാകുന്ന എക്സ്പ്രഷനാണ് കേട്ടോ. അവൻ്റെ ബലൂൺ എന്താണെന്ന് പോലും അറിയത്തില്ല. അവൻ നടുക്കിരുന്ന് ഫുൾ കളിയുന്നു. ഇടയ്ക്ക് പൊട്ടലും അത് കണ്ടിട്ട് അവൻ ചിരിക്കുകയാണ് ആക്ച്വലി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർ സെറ്റ് ചെയ്ത ബലൂണിനൊക്കെ അവരിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫ്ലെക്സിൻ്റെ നടുക്കൊക്കെ വെച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മയും കാശിയും എല്ലാവരും. ഞങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഡെക്കറേഷൻ കാര്യങ്ങളാണ് ഇതൊക്കെ. ആ ഫോട്ടോ പോളറൈറ്റ് പിക്സൊക്കെ ഞാൻ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാശിൻ്റെ ബർത്ത്ഡേ ഞങ്ങളോട് പറ്റുന്ന പോലെ ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അത് ഈ ഡെക്കറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനും അമ്മയ്ക്കും എനിക്കും ഏട്ടനൊക്കെ ചേച്ചിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. മനസ്സ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഞങ്ങൾക്ക് അവരുടെ ഡെക്കറേഷൻ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാളത്തെ ഫുഡിന് വേണ്ടിയിട്ട് അവർ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കട്ട് ചെയ്യലായിരുന്നു. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ടാറ്റ ബൈ ബൈ.